നമസ്കാരം, ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. മാൻഡോവി നദിയിൽ ദ്വാരക റോറോ ഫെറി തകരാറിലായി, യാത്രക്കാർ കുടുങ്ങി. ഗോവയിലെ മാൻഡോവി നദിയിൽ ദ്വാരക റോറോ ഫെറി എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് 1 മണിക്കൂറിലധികം യാത്രക്കാരും വാഹനങ്ങളും നദിയിൽ കുടുങ്ങി. റിബന്തർ ചൊറാവോ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഈ ഫെറി ആധുനിക സൗകര്യങ്ങളോടെ ജൂലൈ 14, 2025 ആരംഭിച്ചതാണ്. എഞ്ചിൻ തകരാറിനെ തുടർന്ന് മറ്റൊരു റോറോ ഫെറിയായ ഗംഗോത്രി രക്ഷാപ്രവർത്തനത്തിനെത്തിയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണിയില്ലെങ്കിലും ഫെറിയുടെ വിശ്വാസ്യതയെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. വിജയ് മറൈൻ ഷിപ്പ്യാർഡ്സ് നിർമ്മിച്ച ഈ ഫെറികൾ ഗോവയുടെ ജലഗതാഗതത്തിന് വലിയ മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. അധികൃതർ തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഗോവയിൽ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഡിസംബർ 13 നടക്കാൻ സാധ്യത. ഗോവയിൽ അടുത്ത ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 2025 ഡിസംബർ 13 നടക്കാൻ സാധ്യതയുണ്ടെന്ന് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു. 2026-27 വർഷങ്ങളിൽ നടക്കാനിരിക്കുന്ന മുനിസിപ്പൽ നിയമസഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായാണ് ഈ തീരുമാനം. എ ക്ലാസ് മുനിസിപ്പാലിറ്റികളിലെ വാർഡുകൾ 25-ൽ നിന്ന് 27 വർദ്ധിപ്പിക്കാനും നിയമസഭയിൽ പട്ടികജാതി സംവരണ സീറ്റുകൾ പരിഗണിക്കാനും സർക്കാർ തീരുമാനിച്ചു. ഗോവ ബീച്ചുകളിൽ മുങ്ങിത്താഴുന്നതിനിടെ കർണാടക കേരള വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തി. ഗോവയിലെ ബാഗ, വെൽസാവ് ബീച്ചുകളിൽ മുങ്ങിത്താഴുന്നതിനിടെ കർണാടക കേരള വിനോദസഞ്ചാരികളെ ലൈഫ് സേവർമാർ രക്ഷപ്പെടുത്തി. ബാഗ ബീച്ചിൽ കർണാടകയിൽ നിന്നുള്ള 31കാരനും വെൽസാവിൽ കേരളത്തിൽ നിന്നുള്ള 21കാരനും ശക്തമായ അണ്ടർ കറന്റിൽപ്പെട്ടു. ലൈഫ് സേവർമാർ ഇവരെ സുരക്ഷിതമായി കരയ്ക്കെത്തിച്ചു. മൺസൂൺ കാരണം കടൽ അപകടകരമായതിനാൽ ബീച്ചുകളിൽ റെഡ് ഫ്ലാഗ് മുന്നറിയിപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ഗോവ 2027 സെൻസസിന് ഒരുങ്ങുന്നു. 3ാമത്തെ ജില്ല ഡിസംബറിൽ രൂപീകരിക്കും. 2027 സെൻസസിനായി ഗോവയിൽ ഒരുക്കങ്ങൾ നടക്കുന്നു. സെൻസസ് 2 ഘട്ടങ്ങളിലായി നടക്കും. 2026 ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 30 വരെ ഹൗസ് ലിസ്റ്റിംഗ്, 2027 ഫെബ്രുവരി 9 മുതൽ 28 വരെ ജനസംഖ്യാ കണക്കെടുപ്പും ജാതി വിവര ശേഖരണവും. എല്ലാ ഡേറ്റയും ഡിജിറ്റൽ രീതിയിൽ ശേഖരിക്കും. ഡിസംബർ 31-നകം 3ാമത്തെ ജില്ലയുടെ രൂപീകരണം സർക്കാർ വിജ്ഞാപനം ചെയ്യും. ദർബന്തോറ താലൂക്ക് പോണ്ട താലൂക്കിന്റെ സൗത്ത് ഗോവയിലേക്കുള്ള മാറ്റം, ഹർവാലം വില്ലേജ് പഞ്ചായത്ത് രൂപീകരണം എന്നിവയ്ക്കായി അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറികൾ ഡിസംബറിൽ ഫ്രീസ് ചെയ്യും. മഹാദൈ കൊട്ടിഗാവ് ടൈഗർ റിസർവ് ഗോവയ്ക്ക് ആശ്വാസമില്ല. സുപ്രീം കോടതി സ്റ്റാറ്റസ് ക്വോ ഉത്തരവിട്ടു. സുപ്രീം കോടതി മഹാദൈ കൊട്ടിഗാവ് ടൈഗർ റിസർവ് പ്രദേശത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി. കേന്ദ്ര ശാക്തീകൃത കമ്മിറ്റിയോട് 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഗോവ സർക്കാർ 745.18 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചതിനെതിരെ ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്താണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. ഗോവ ഫൗണ്ടേഷന്റെ വാദങ്ങൾ അംഗീകരിച്ച കോടതി പ്രദേശത്ത് വാണിജ്യ ഇക്കോ ടൂറിസം പദ്ധതികൾക്ക് തടസ്സം വിധിച്ചു. പനാജി ബസ് സ്റ്റാൻഡിൽ KTC EV ബസ് അപകടത്തിൽപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ പനാജി ബസ് സ്റ്റാൻഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട KTC ഇലക്ട്രിക് ബസ് മാലിന്യ കൂമ്പാരത്തിലേക്കും കോൺക്രീറ്റ് ഘടനയിലേക്കും പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിലേക്കും ഇടിച്ചുകയറി 2 യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇവരെ ഗോവ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ബ്രേക്ക് തകരാറിലായതാണ് അപകടത്തിന് കാരണമെന്ന് ഡ്രൈവർ പറഞ്ഞു. ഫയർഫോഴ്സും പോലീസും എത്തുന്നതുവരെ പ്രദേശവാസികളും വഴിയാത്രക്കാരും സഹായിച്ചു. KTC അന്വേഷണം ആരംഭിക്കുകയും ബസ് പരിശോധിക്കാൻ സാങ്കേതിക വിദഗ്ധരെ വിളിപ്പിക്കുകയും ചെയ്തു. പനാജി സ്മാർട്ട് സിറ്റി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പക്ഷേ കരാറുകാരൻ അപകടത്തിന്റെ വിശദാംശങ്ങൾ മറച്ചുവെക്കുകയായിരുന്നുവെന്ന ആരോപണവുമുണ്ടായിരുന്നു. വീട്ടുപയോഗ വൈദ്യുത കണക്ഷനുകളുടെ ദുരുപയോഗം പരിശോധിക്കാൻ വൈദ്യുതി വകുപ്പ്. ഗോവയിലെ വൈദ്യുതി വകുപ്പ് പുതിയ താരിഫ് ഘടന നടപ്പാക്കിയ ശേഷം വീട്ടുപയോഗ കണക്ഷനുകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്നത് കണ്ടെത്താൻ വിപുലമായ പരിശോധന ആരംഭിക്കും. വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന 2ാമത്തെ വീടുകൾക്കും വാടക വീടുകൾക്കും ഗാർഹിക നിരക്കിൽ ബിൽ ഈടാക്കുന്നുണ്ടെന്ന് ജോയിന്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ വകുപ്പ് സമ്മതിച്ചിട്ടുണ്ട്. ടൂറിസം വകുപ്പുമായി സഹകരിച്ച് വാണിജ്യ പ്രവർത്തനങ്ങൾ കണ്ടെത്തി ഇവയെ ലോ ടെൻഷൻ വാണിജ്യ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. വില്ലകളും വാടകയ്ക്ക് നൽകുന്ന വീടുകളും വീട്ടുപയോഗ താരിഫിൽ ബില്ല് ചെയ്യുന്നത് വൈദ്യുതി വകുപ്പിന് വരുമാന നഷ്ടം വരുത്തുന്നതായി പൊതുജനങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇത്തരം ദുരുപയോഗം കണ്ടെത്താൻ പ്രത്യേക സെല്ലില്ലെന്നും ടൂറിസം, പഞ്ചായത്ത്, നഗരവികസന വകുപ്പുകളുമായി സഹകരിച്ച് വാടക ഡേറ്റ ശേഖരിക്കണമെന്നും ഉപഭോക്താക്കൾ നിർദ്ദേശിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.
എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.